ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ടൊരു ടാസ്ക് ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ടാസ്ക് ലെറ്ററിൽ 2 ഗ്രൂപ്പായിട്ട് 6 പേര് വീതം 2 ഗ്രൂപ്പിലാകാൻ പറയുന്നു. അതിൽ ക്യാപ്റ്റൻ, ഓരോ ഗ്രൂപ്പിൻ്റെയും ക്യാപ്റ്റൻ അക്ബറും ഒനിയനുമാണ്. അതിൽ ഈ അക്ബറിനും ഒനിയനും ഇഷ്ടമുള്ളവരെ അവരുടെ ഗ്രൂപ്പിലോട്ട് 6 പേരെ ചേർക്കാം. മൊത്തം 13 കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ 6 വീതം ആകുമ്പോൾ 12 പേരാകും. പിന്നെ ഒരാൾ ലാസ്റ്റ് വരുന്ന ആരാണോ അയാളാണ് ഇതിൻ്റെ വിധികർത്താവെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ വിധികർത്താവാകാമെന്ന് പറയുന്നത്. പക്ഷേ അത് ഒനിയനും സമ്മതിച്ചില്ല. അങ്ങനെ ഓരോരുത്തരെ അക്ബറിൻ്റെ ടീമിലും ഒനിയൻ്റെ ടീമിലോട്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അക്ബറും ഒനിയനും ഓരോരുത്തരെ വിളിക്കുന്ന. അക്ബർ സാബുമാനെ വിളിച്ച്, ഒനിയൻ നൂറായെ വിളിച്ച്. അങ്ങനെ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ സാബുമാൻ, ബിന്നി, ആര്യൻ, ആദില, ലക്ഷ്മി. ഒനിയൻ്റെ ഗ്രൂപ്പിലുള്ളത് ജിസേൽ, നെവിൻ, ഷാനവാസ്, അനീഷ്, നൂറ. അങ്ങനെ ഇവർ ഓരോരുത്തരെയും വിളിച്ച് അങ്ങനെ ഇവർ 2 ഗ്രൂപ്പാക്കി. പക്ഷേ അനിമോളെ മാത്രം ആരും വിളിച്ചില്ല. അനിമോൾ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പം നൂറായ്ക്ക് അത് മനസ്സിലായി. അപ്പം നൂറ പറഞ്ഞ് അനിമോളെ ഈ ഗ്രൂപ്പിൽ ചേർക്ക്, ഞാൻ വിധികർത്താവായിക്കോളാം. പക്ഷേ ഗ്രൂപ്പ് ലീഡർമാർ അത് സമ്മതിച്ചില്ല. അനിമോൾ ആരും മൈൻഡ് ചെയ്തില്ല. ബാക്കി എല്ലാവരെയും അവർ ഓരോരുത്തർ വിളിച്ച്. എന്നാൽ അനീഷ് വിധികർത്താവാകാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല. അനിമോളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ അനിമോൾ കരയുകയാണ്. അപ്പം നെവിനും നൂറായും വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ അനിമോൾ പറഞ്ഞ് ഒന്നുമില്ല എന്ന് പറയുന്നത്. അങ്ങനെ അനിമോൾ ആ ഒരു ഇരിപ്പ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ച്. എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ. അതാർക്കായാലും ഉണ്ടാവുമല്ലോ. പരസ്പരം എല്ലാവരും ഓരോ ഗ്രൂപ്പിലായി. അനിമോൾ മാത്രം ഒറ്റയ്ക്ക്. എന്നാൽ അനിമോൾക്ക് വിധികർത്താവണമെന്നൊന്നും പറഞ്ഞില്ല. ആവണമെന്ന് പറഞ്ഞവരെ പോലും അവർ ഗ്രൂപ്പിൽ ചേർത്ത്. വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്